എറണാകുളം കോതമംഗലം മൂന്നുക്കൽ കൊലപാതകത്തിൽ പ്രതിക്കായ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. സമീപ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. സാമ്പത്തിക ഇടപാടുകളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കോതമംഗലത്ത് ആളില്ലാത്ത വീട്ടിലെ മാൻഹോളിൽ നിന്നും സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി നിഷ ദിലീപ് ചേർന്നുണ്ട്. നിഷ, എങ്ങനെയാണ് നിലവിലെ അന്വേഷണം പുരോഗമിക്കുന്നത്? വിഷ്ണു, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കൊച്ചി മധുര ദേശീയപാതയ്ക്ക് സമീപം കോതമംഗലം ഊന്നുകല്ലിൽ ആളൊഴിഞ്ഞ വീട്ടിലെ മാൻഹോളിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത്. അന്വേഷണത്തിൽ ഇത് വെങ്ങൂരിൽ താമസിക്കുന്ന ഇടുക്കി രാജാക്കാട് സ്വദേശി ശാന്തയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ശാന്തയുടെ സുഹൃത്ത് രാജേഷിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഇയാൾ ഇടുക്കി അടിമാലി സ്വദേശിയാണ്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഈ രാജേഷിൻ്റെ കാറ് കസ്റ്റഡിയിലെടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. രാജേഷും കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് വിവരം. പക്ഷേ പോലീസ് ഇത് സ്ഥിരീകരിക്കുന്നില്ല. രാജേഷിന് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് എന്നാണ് അന്വേഷണ സംഘം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സമീപത്തെ CCTV ദൃശ്യങ്ങളും ഒപ്പം തന്നെ ഈ ശാന്തയുടെയും രാജേഷിൻ്റെയും ഒക്കെ മൊബൈൽ ഫോണുകളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. ശാന്തയുടെ മറ്റു സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഈ വസ്തു വിവാഹ ബ്രോക്കറാണ് ശാന്ത. ഇവരും രാജേഷുമായി വർഷങ്ങളായി പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാജേഷിനെ കാണാൻ ഇടയ്ക്കിടെ ശാന്ത എത്തുമായിരുന്നു എന്നും പോലീസ് പറയുന്നുണ്ട്. സാമ്പത്തിക ഇടപാടുകളെ തുടർന്നാണ് കൊലപാതകം എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, മോഷണ ശ്രമത്തിനു ശേഷം കൊലപാതകം നടത്തിയെന്നും പറയുന്നുണ്ട്. കാരണം ശാന്തയുടെ ഒരു ചെവിയിലെ കമ്മൽ പറിച്ചെടുത്ത നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു മോഷണ ശ്രമമോ ഒരു പിടിവലിയോ ഒക്കെ നടന്നിരുന്നു എന്നും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും സാമ്പത്തിക ഇടപാടുകളിലാണ് ഈ ഒരു കൊലപാതകത്തിന് പിന്നിൽ എന്നാണ് പോലീസ് നൽകുന്ന സൂചന. എന്തായാലും ഈ രാജേഷിന് വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് പോലീസ് പറയുന്നത്. മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി വരാനുണ്ട്. ഫോറൻസിക് പരിശോധനയ്ക്കായി മൃതദേഹ അവശിഷ്ടങ്ങൾ അയച്ചിട്ടുണ്ട്. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.